സെലിബ്രിറ്റികൾ, പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾ പൊതുവെ തങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും തന്നെ പൊതു ഇടങ്ങളിൽ തുറന്നു പറയാറില്ല. വെറുതെ ആവശ്യമില്ലാതെ വിവാദങ്ങളിലൊന്നും വന്നുപെടേണ്ട എന്ന ഒരു താല്പര്യമായിരിക്കാം അതിന് കാരണം അതുമൂലമുണ്ടാകുന്ന വിവാദങ്ങളിലൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. തങ്ങളുടെ പ്രശസ്തിയും പണവുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് ദന്തഗോപുരവാസികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പല സെലിബ്രിറ്റികളും ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ചും സിനിമാ താരങ്ങൾ. മുമ്പൊക്കെയാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് കാണാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളിത്തിരയിൽ മാത്രം കാണുന്ന മുഖങ്ങളായി അവർ ജീവിച്ചു പോന്നിരുന്നു. എന്നാൽ ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലത്ത്, അവർക്കങ്ങനെ ഒറ്റപ്പെട്ട് ദന്തഗോപുരവാസികളായി മുന്നോട്ട് പോകാൻ കഴിയില്ല. സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്കും മാറ്റങ്ങൾക്കും എല്ലാം തന്നെ അവരെന്ത് പറയുന്നുവെന്ന് ജനം ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർ ബാധ്യസ്ഥരാകാറുമുണ്ട്. സലീം കുമാർ, മുകേഷ്, മുരളി തുടങ്ങി ഒരുപാട് അഭിനേതാക്കൾ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുകയും പല കാര്യങ്ങളിലും തങ്ങളുടെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തവരാണ്. എന്നാൽ അപ്പോഴും മലയാള സിനിമയുടെ രണ്ട് തൂണുകളായി കരുതപ്പെടുന്ന മോഹൻലാലും മമ്മൂട്ടിയും പലപ്പോഴും തങ്ങളുടെ അഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നതിന് വിമുഖത കാണിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പോഴെല്ലാം ശക്തമായ സൈബർ അറ്റാക്ക് എതിർ വിഭാഗത്തിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ മകൾ വിസ്മയ ഡൽഹിയിൽ നടക്കുന്ന പാറ്റ സമരം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് അനുകൂലമായിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയത്. ജനാധിപത്യ സമരങ്ങളെ ഇങ്ങനെ കായികമായാണോ നേരിടേണ്ടത് എന്ന ഒരു ചോദ്യമാണ് അവർ ചോദിച്ചത്. ഇത്ര മാത്രമേ അവർ ചോദിച്ചുള്ളൂ എങ്കിലും ഇത് നമ്മുടെ സൈബർ ലോകത്ത് ഒരു വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒരുപാട് പേർ വന്നു കഴിഞ്ഞു. ഒരുപാട് പേർ വിസ്മയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അത് പ്രകടിപ്പിക്കാനുള്ള ധൈര്യത്തെയുമെല്ലാം പ്രകീർത്തിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ശക്തമായ സൈബർ ആക്രമണമാണ് അവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സൈബർ ആക്രമണം പ്രധാനമായും രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് വിസ്മയ ഇതുവരെ ഒരു പ്രശ്നത്തിലും പ്രതികരിക്കുകയോ ഇടപെടുകയോ ചെയ്യാതിരുന്നത്? വിസ്മയയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെ ഇങ്ങനെ രാഷ്ട്രീയപരമായ ഒരു പൊതുകാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുന്നതായി കണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനു മുമ്പുണ്ടായപ്പോൾ, പഹൽഗാമിലെ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ, പുൽവാമ സംഭവം ഉണ്ടായപ്പോൾ, ഇന്ന് കേരളത്തിൽ PSC അഴിമതി ഉണ്ടായപ്പോൾ, ആശാവർക്കർമാരുടെ സമരം നടന്നപ്പോൾ, അപ്പോഴൊന്നും ഉണരാത്ത പൊതുബോധം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉണർന്നത് എന്നാണ് വിസ്മയയെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. നമുക്കറിയാം, വിസ്മയ എന്നത് മോഹൻലാലിൻ്റെ മകളാണ്. അവൾ നല്ലൊരു പങ്കും പഠനവും മറ്റു കാര്യങ്ങളുമായി വിദേശത്ത് തന്നെയായിരുന്നു. ഒരാൾ ഒരു കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ, ഇടപെടുമ്പോൾ ഏതൊരാൾക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇതുവരെ ഇയാൾ എവിടെയായിരുന്നു, ഇപ്പോഴാണോ ഇതിനിറങ്ങിയതെന്ന്. അതുവരെ ആ വ്യക്തി ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നും ഇടപെട്ടില്ല എന്നതിൻ്റെ പേരിൽ അയാൾ ഇപ്പോൾ നടത്തുന്ന ഇടപെടൽ റദ്ദാക്കാൻ പറ്റുമോ? നമുക്കറിയാം, ഗാന്ധിജി തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെടുന്നത് ഏകദേശം 40 വയസ്സിനോടടുത്താണ്. അതിനു മുമ്പ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിലൊന്നും ഗാന്ധിജി ഇടപെട്ടില്ല. 38ാമത്തെ വയസ്സിൽ ചമ്പാരൻ സമരത്തിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം ഗാന്ധിജിയോട് ചോദിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇതുവരെ ഒരു പ്രശ്നങ്ങളിലും ഇടപെട്ടില്ല എന്നുള്ളത് ഇനി അങ്ങോട്ട് ഒരു പ്രശ്നങ്ങളിലും ഇടപെടാനുള്ള അവകാശമില്ല എന്ന് പറയുന്നതിലെ ശരി എന്താണ്? വിസ്മയെ സംബന്ധിച്ചിടത്തോളം അവളൊരു പൊതുപ്രവർത്തകയൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയായിട്ട് കണ്ടാൽ മതി. അങ്ങനെയുള്ള അവൾ ഈ അഭിപ്രായ പ്രകടനത്തിന് ശേഷം ഇനി അങ്ങോട്ട് ഒരു പ്രവർത്തനത്തിലും ഇടപെട്ടില്ല എന്നതുകൊണ്ടും ഈ സമരത്തെ അനുകൂലിച്ച് നടത്തിയ പ്രസ്താവനയ്ക്ക് വിലയില്ലാതാവുന്നു. രണ്ടാമതായി മറ്റൊരു പ്രധാന ആരോപണം വിസ്മയെ പറ്റിയുള്ളത്, പറയാം, വിസ്മയുടെ ആദ്യ സിനിമ തുടക്കം അടുത്ത ദിവസം റിലീസാവാൻ പോവുകയാണ്. തൻ്റെ ആദ്യ സിനിമ റിലീസാകുന്ന സമയത്ത് തനിക്ക് പൊതുജന ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നാടകമാണ് എന്നാണ് ഈ അഭിപ്രായ പ്രകടനത്തെ വിമർശിക്കുന്നവർ പറയുന്നത്. പ്രത്യക്ഷത്തിൽ അതിലൊരു ശരിയുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. ഒരാൾ അഭിനയിച്ച സിനിമ ആദ്യമായി പുറത്തിറങ്ങാൻ പോകുമ്പോൾ അയാൾക്ക് ബഹുജന ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ഒന്നിൽ ഇടപെടുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
എന്നാൽ ഇവിടെ വിസ്മയ എന്നത് ഒരു സാധാരണക്കാരിയ കുട്ടിയല്ല. ഇന്ത്യയിൽ തന്നെ മികച്ച താരത്തിന്റെ മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാറിന്റെ മകളാണ് വിസ്മയ. വിസ്മയ അഭിനയിച്ചിരിക്കുന്ന ആദ്യ സിനിമ അതുകൊണ്ട് തന്നെ പ്രേക്ഷക സമൂഹമാകെ ശ്രദ്ധിക്കുന്നതാണ്, പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതാണ്. അതിലും അപ്പുറം ഒരു പ്രൊമോഷൻ വിസ്മയക്ക് ആവശ്യമില്ല, വിസ്മയക്ക് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. സത്യത്തിൽ വിസ്മയയുടെ ഈ അഭിപ്രായ പ്രകടനം ഒരു പരിധിവരെ വിസ്മയക്ക് പ്രതികൂലമായിട്ടാണ് വരാൻ പോകുന്നത്. വിസ്മയയുടെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷക കൂട്ടത്തിലെ ഒരു വിഭാഗം ഈ സിനിമ കാണുന്നതിൽ നിന്നും പിന്മാറാനാണ് സാധ്യത. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കരിയറിനെ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ടാണ് വിസ്മയ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇങ്ങനെ തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ വിസ്മയയെ പ്രേരിപ്പിച്ചെന്തായിരിക്കും? അത് തീർച്ചയായും അവളുടെ ശക്തമായ രാഷ്ട്രീയ ബോധ്യം തന്നെയായിരിക്കും. ആ ബോധ്യമായിരിക്കാം ലക്ഷക്കണക്കിന് കുട്ടികളെ ബാധിച്ച ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ നിർഭയം ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് കാരണമായത്. വിസ്മയ അതുകൊണ്ട് തന്നെ നമ്മെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. അച്ഛനായ മോഹൻലാൽ പോലും പലപ്പോഴും പ്രകടിപ്പിക്കാൻ മടിക്കുന്ന ഇങ്ങനെയുള്ള ഒരു നിർഭയമായ അഭിപ്രായ പ്രകടനം തീർച്ചയായും മോഹൻലാലിന് തൻ്റെ മകളുടെ പേരിൽ അഭിമാനിക്കുക തന്നെ ചെയ്യാം. ഇതിലൂടെ അവർ കടന്നു കയറിയത് ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ യുവതയുടെ ഹൃദയത്തിലേക്കാണ്. വിസ്മയ നൽകിയതാവട്ടെ അവരുടെ പോരാട്ടങ്ങൾക്കുള്ള ശക്തമായ പിന്തുണയുമാണ്.